ചേട്ടാ, RSS, BJP എന്നിവരെ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന വില്ലന്മാരായിട്ടാണ് പൊതുവെ നമ്മുടെ ഇന്ത്യയിൽ, ഭാരതത്തിൽ ചിത്രീകരിക്കാറുള്ളത്. എന്നാൽ ഇപ്പോൾ നേരെ വിപരീതമായിട്ട് ലോക രാജ്യങ്ങൾ ഇപ്പോൾ ജിഹാദികളെ പേടിച്ച് ക്രിസ്മസും ന്യൂ ഇയർ ഒക്കെ ക്യാൻസൽ ആക്കിയിരിക്കുകയാണ്. പാരീസ്, സിഡ്നി, ജപ്പാനൊക്കെ ഇതാണ് അവസ്ഥ. എങ്ങനെയാണ് ഈ ഒരു അവസ്ഥയെ നോക്കിക്കാണുന്നത്? നമ്മുടെ കേരളത്തിൽ പ്രചരിച്ച ഒരു വാർത്തയായിരുന്നു, സകല മുൻനിര മാധ്യമങ്ങളടക്കം പ്രചരിച്ച ഒരു വാർത്തയായിരുന്നു. അതായത് ഉത്തർപ്രദേശിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ പാടില്ല, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടൽ ബിഹാരി വാജ്പേയിയുടെ ഓർമ്മ ദിനത്തിന് മാത്രമേ അവധി പാടുള്ളൂ എന്നുള്ളത്. എന്നാൽ നമ്മുടെ പല സുഹൃത്തുക്കളും അവിടെയുള്ള വൃത്തങ്ങൾ അറിയിച്ചൊരു കാര്യം എന്ന് പറയുന്നത് ഇത് പച്ച നുണയായിരുന്നു എന്നുള്ളതായിരുന്നു. നമ്മുടെ ഇവിടെ വൻതോതിൽ മാധ്യമങ്ങളടക്കം പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു വാർത്തയായിരുന്നു ഇത്. ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 24-നും 25-നും 3 ദിവസം അവർക്ക് അവധിയായിരുന്നു എന്നുള്ളതായിരുന്നു യാഥാർത്ഥ്യം. അല്ലറ ചില്ലറ പ്രശ്നങ്ങൾ പല ഭാഗത്തും ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എങ്കിലും പല ഭാഗത്തും ക്രിസ്മസ് ആഘോഷങ്ങൾ നല്ല വെടിപ്പായി നടന്നു എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. അപ്പോ ഇത് പൊതുവെ ഇത്തരത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് ആരാണ്? നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഒന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള ആളുകളും, പിന്നെ കോൺഗ്രസ്, മീഡിയ വൺ പോലുള്ള മാധ്യമങ്ങളും, അതോടൊപ്പം തന്നെ പിന്നെ കോൺഗ്രസും മുസ്ലിം ലീഗ് അടക്കുന്ന സംഘടനകളും ആണ് ഈ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത്. അതിന്റെ അവരുടെ ഉദ്ദേശം എന്താണ് എന്നുള്ളത് നമുക്ക് വ്യക്തമാണല്ലോ. BJP വലിയൊരു ഫാക്ടറായിട്ട് കേരളത്തിൽ വളർന്നു വരുന്നു. അതോടൊപ്പം തന്നെ ഒരു ഹിന്ദു ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് അവർ സൃഷ്ടിക്കുന്നു എന്ന് ഭയം ഇവർക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ ക്രിസ്ത്യൻ വോട്ട് മറ്റു BJPയിലേക്ക് ചേക്കേറുന്നതിനെ അവർ ഭയക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ക്രിസ്ത്യൻസിന്റെ മനസ്സിൽ ഒരു ഭയം എന്നും നിലനിർത്താൻ വേണ്ടിയാണ് ഇത്തരം തരത്തിലുള്ള വാർത്തകൾ അത് വൻതോതിൽ പ്രചരിപ്പിക്കുന്നത്. അതിനുവേണ്ടി തന്നെയാണ്. യാഥാർത്ഥ്യം ഇതൊന്നുമല്ല. ഉത്തർപ്രദേശിൽ അങ്ങനെ ഒരിക്കലും ക്രിസ്മസ് ആഘോഷിക്കരുത് എന്നുള്ള ഒരു നിബന്ധന അവർ മുന്നോട്ട് വെച്ചിട്ടില്ല. അത് മാത്രമല്ല 3 ദിവസം അത് അവധിയുമായിരുന്നു എന്നുള്ളതായിരുന്നു യാഥാർത്ഥ്യം. ഇനി മറ്റു പല പ്രദേശങ്ങളിലും ചില സംഭവവികാസങ്ങൾ നടക്കുന്നുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. ബജരംഗ് ദളിന്റെ നേതൃത്വത്തിലും വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിലും നടക്കുന്നുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പിന്നെ ഇതിനെതിരെ രംഗത്ത് വരുന്നത് നമുക്കറിയാം. ഇസ്ലാമിക സമൂഹത്തിൽ പെട്ടിട്ടുള്ള ഒരുപാട് പേര് ഇതിനെതിരെ രംഗത്ത് വരുന്നുണ്ട്. ഹിന്ദു സംഘപരിവാർ വൻതോതിൽ ക്രൈസ്തവരെ ആക്രമിക്കുന്നു എന്നുള്ള വാർത്തകളുമായി പടച്ചുവിടുന്നുണ്ട്, രംഗത്ത് വരുന്നുമുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കുന്നു, ഇതേ വ്യക്തികളുടെ പണ്ഡിത സമൂഹത്തിൽ പെട്ടിട്ടുള്ള പല പണ്ഡിതരും പറയുന്നത് എന്താണ്? ക്രിസ്മസ് ആഘോഷിക്കരുത് എന്നല്ല പറയുന്നത്. ഒരുപാട് പണ്ഡിതന്മാർ പറയുന്നത്, ഇപ്പൊ സക്കീർ നായക് അടക്കമുള്ള ഒരുപാട് പണ്ഡിതന്മാർ പറയുന്നത് ക്രിസ്മസ് ആഘോഷമേ പാടില്ല എന്നുള്ളതല്ലേ, അല്ലേ? അത് മാത്രമല്ല, നമ്മൾ വേറൊരു കാര്യം കൂടി നോക്കാം. ഇതേ പറയുന്ന ഈ ഒരു സമൂഹത്തിന്റെ, മുസ്ലിം സമൂഹം ഭരിക്കുന്ന രാജ്യങ്ങളിലേക്ക് നമുക്ക് നോക്കാം. അവിടെ എന്താണ് അവസ്ഥ? അവിടെ ഈ ന്യൂനപക്ഷങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുന്നുണ്ടോ? അല്ല, അത് ഏറ്റവും രസകരമായിട്ടുള്ള ഒരു വസ്തുത എന്ന് പറയുന്നത്, ട്രംപ് അറിയാമല്ലോ, നൈജീരിയയിലെ ഭീകരർക്ക് ക്രിസ്മസ് ആശംസ നേരുകയായിരുന്നു ഉണ്ടായിരുന്നുണ്ട്, അല്ലെ? അപ്പോ അവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥ നമ്മൾ കണക്ക് കൂട്ടേണ്ടതേ ഇല്ലല്ലോ, നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അവിടുത്തെ ഭീകരരെ മൊത്തം ചുറ്റിരിക്കും എന്നും, അത് എന്തുകൊണ്ടാണ് ട്രംപ് അങ്ങനെ ഒരു നടപടി സ്വീകരിച്ചത്? അവിടുത്തെ ക്രൈസ്തവരെ കൂട്ടക്കൊല നടത്തുന്നത് കൊണ്ടാണ് ട്രംപ് അങ്ങനത്തെ നടപടി സ്വീകരിച്ചത്. അതും ഈ ക്രിസ്മസിനോടനുബന്ധിച്ചുകൊണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് അവർക്ക് ഈ പറയുന്ന സംഘപരിവാറിന്റെ ക്രിസ്ത്യൻ സമൂഹത്തിലേക്കുള്ള ഒരു കടന്നുകയറ്റത്തെ അവർ ഭയക്കുന്നു. അതിനെ തടയിടാൻ വേണ്ടിയിട്ട് ഒരു പ്രൊപ്പഗാൻഡയായിട്ടാണ് കമ്മ്യൂണിസ്റ്റുകാരും അതോടൊപ്പം തന്നെ ഇസ്ലാമിസ്റ്റുകളും ഇങ്ങനെ മനഃപൂർവ്വം ഇങ്ങനെയുള്ള ഒരു വാർത്തകൾ കെട്ടിച്ചമയ്ക്കുന്നത്. എന്ന് കരുതിക്കൊണ്ട് ആക്രമണം ഇല്ല എന്ന് പറയുന്നില്ല. നമുക്കറിയാം, മതപരിവർത്തനം നടത്തുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. മതപരിവർത്തനം സംഘടിതമായിട്ട് ഏത് സമൂഹത്തിലും ഉണ്ട്. മതപരിവർത്തനം നടത്തുന്ന ഇവാഞ്ചലിസ്റ്റുകളും പെന്തക്കോസ്റ്റുകളും അടങ്ങുന്ന ഒരുപാട് സമൂഹമുണ്ട്. ആ ഒരു കൂട്ടർ ഈ വൻതോതിൽ ഹിന്ദു സമൂഹം തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളിലേക്ക് ചെന്നുകൊണ്ട് നിങ്ങളുടെ ദൈവമല്ല എന്നും അത്തരം തരത്തിലുള്ള വെല്ലുവിളികൾ നടത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആർക്കാണെങ്കിലും മർദ്ദനമേൽക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമുക്കറിയാമല്ലോ, മതപരിവർത്തന നിരോധന നിയമം പാസ്സാക്കിയിട്ടുള്ളതാണല്ലോ ഈ പല സംസ്ഥാനങ്ങളും. അതും പലതും കോൺഗ്രസ് ഭരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെയാണ് നടപ്പാക്കിയിട്ടുള്ളത്. അപ്പോൾ ഓരോ രാജ്യത്തിനും അതിൻ്റെതായിട്ടുള്ള സംസ്കാരമുണ്ട്. ആ ഒരു സംസ്കാരത്തെ തിരുത്താൻ നമ്മൾ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആർക്കാണെങ്കിലും അടി കിട്ടും, തല്ല് കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്നിപ്പോ അയർലൻഡിലും UK-യിലും നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടാണല്ലോ, ന്യൂസിലാൻഡിലെ പല ഭാഗത്തും കാനഡയിൽ സിഖുകാരുടെ പല ആഘോഷങ്ങളും അവർ തടഞ്ഞത് നമ്മൾ കണ്ടാണല്ലോ. രൂക്ഷമായിട്ടുള്ള വംശീയ ആക്രമണങ്ങളാണ് ഇന്ത്യക്കാർക്ക് അയർലൻഡിന് നേരെ നടക്കുന്നു എന്നുള്ളത് നമ്മൾ കണ്ടാണല്ലോ. ഇതിന്റെയൊക്കെ മെയിൻ പ്രശ്നം എന്താണ്? ഈ കുടിയേറിയിട്ടുള്ള ഇന്ത്യക്കാര് അവരുടെ സംസ്കാരവുമായിട്ട് യോജിച്ച് ചേർന്നുകൊണ്ട് പോകുന്നില്ല. അവർ ഇന്ത്യയിൽ നിന്ന് നടപ്പാക്കുന്ന അതേ പ്രക്രിയ തന്നെ അവിടെ ചെന്നിട്ട് നടപ്പാക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ ശ്രമിക്കുമ്പോൾ മാരകമായിട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടാവും. അത് തന്നെയാണ് ഉത്തരേന്ത്യയിലും പല ഭാഗത്തും ഇവർ ആരോപിക്കുന്ന പോലെ ഉള്ള ആക്രമണങ്ങളല്ല. അവരുടെ സംസ്കാരത്തെ മാറ്റിക്കുറിക്കാൻ ചെല്ലുമ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് രൂക്ഷമായ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു. പക്ഷെ അതിന് ഈ കൂട്ടർ
ന്യൂനപക്ഷ പീഡനമായിട്ടും ന്യൂനപക്ഷ അക്രമമായിട്ടും ചിത്രീകരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മാത്രമല്ല ഞാൻ പറയാം, അതായത് ഏതൊരു സമൂഹം, ഹിന്ദു ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ക്രിസ്ത്യൻ, മത വ്യത്യാസമില്ലാതെ നമ്മളെല്ലാവരും ഒരുപോലെ സന്തോഷത്തോടെ ആഘോഷിക്കുന്ന ഒന്നാണ് ഈ ക്രിസ്തുമസ് ആയാലും ന്യൂ ഇയർ ആയാലും. അപ്പോൾ ഈ പാരീസ് എന്ന് പറഞ്ഞതും അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസ്, പാരീസില് ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷം ക്യാൻസൽ ചെയ്തിരിക്കുകയായിരുന്നു. പാരീസിലെ ക്യാൻസൽ ചെയ്തിരിക്കുകയായിരുന്നു. അത് നമ്മള് ജപ്പാൻ അടങ്ങുന്ന പല പ്രദേശങ്ങളിലും, നമ്മള് ഓസ്ട്രേലിയയിൽ ആ ബീച്ചിലുണ്ടായിരുന്ന വെടിവെപ്പ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതല്ലേ. അപ്പോ ആ ഒരു ബീച്ചിലുണ്ടായിരുന്ന വെടിവെപ്പ്, അതോടൊപ്പം തന്നെ പല പല സംഭവവികാസങ്ങൾ ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിനൊന്നും അറുതി ഉണ്ടാവുകയില്ല. കാരണം അറിയാമല്ലോ, യൂറോപ്പിലെ വൻതോതിലാണ് ഇമിഗ്രൻസ് കടന്നുകൂടിക്കൊണ്ടിരിക്കുന്നത്. അവർ വീണ്ടും അക്രമങ്ങൾ അഴിച്ചു വിട്ടുകൊണ്ടേയിരിക്കും. അത് ഇനിയും അതിനെ തടയാനൊന്നും യൂറോപ്യൻസിന് കഴിയുന്ന ഒരു രീതിയിലേക്കല്ല കാര്യങ്ങളുടെ പോക്ക്. പക്ഷേ വലിയ തോതിൽ വലതുപക്ഷ ശക്തികൾ യൂറോപ്പിൽ കരുത്തർദ്ധിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതല്ല, ഇപ്പൊ നമ്മുടെ ഈ കേരളത്തിൽ മാത്രം, കേരളം ഒരു മിനി പാകിസ്ഥാൻ എന്ന കാര്യത്തിൽ പറയുന്നതിൽ യാതൊരു മടിയും കാണിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു മിനി പാകിസ്ഥാനായ കേരളത്തില് നമ്മുടെ സമൂഹം, നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ബാക്കിയുള്ള സമൂഹങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരുപാട് സംഘപരിവാറിനെയും RSSനെയും വിമർശിച്ചുള്ള ഒരുപാട് വാർത്തകൾ നമ്മൾ കാണാറുണ്ട്. പക്ഷെ ഇവർ എന്തുകൊണ്ടായിരിക്കും ഈ പാരീസിലായാലും അല്ലെങ്കിൽ ബംഗ്ലാദേശിലെ പ്രശ്നങ്ങളായാലും ഇവിടെ ചർച്ച ചെയ്യപ്പെടാത്തത്? സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് വലിയൊരു ഫാക്ടർ തന്നെയാണല്ലോ. അത് തന്നെയാണ് ഇടത് വലത് മുന്നണികളെ ഭയപ്പെടുത്തുന്നത്. അപ്പോൾ ആ ഒരു വോട്ട് ബാങ്കിനെ പ്രീണിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള ഒരു തോന്നലാണ് ഇത്തരം സംഭവവികാസങ്ങളെ, ബംഗ്ലാദേശിലെ സംഭവവികാസം ആയിക്കൊള്ളട്ടെ, ഓസ്ട്രേലിയയിലെ സംഭവവികാസങ്ങളായിക്കൊള്ളട്ടെ, നിസ്സാരവൽക്കരിച്ചുകൊണ്ട് അവരെ മുന്നോട്ട് പോകാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത്. അല്ലാതെ ഈ നേതാക്കന്മാർക്ക് ഇതിനെക്കുറിച്ച് ഒരു ബോധ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ ബോധ്യം ഉണ്ടായിട്ടും അവർ ഇല്ലാത്തതുപോലെ നടിക്കുകയാണ് ചെയ്യുന്നത്. അവരെ ഒരുപക്ഷെ ആ വോട്ട് ബാങ്കിനെ ഭയന്നുകൊണ്ട് അവരുടെ ഒരു 30% വരുന്ന വോട്ട് ബാങ്കിനെ സമ്പൂർണ്ണമായിട്ട് അവർ തുറന്നു പറഞ്ഞിട്ടുണ്ടോന്നുണ്ടെങ്കിൽ ആ ഒരു വോട്ട് ബാങ്കിനെ ബാധിക്കുമെന്ന് അവർക്ക് ശരിക്കറിയാം. ഇടത് വലത് മുന്നണികൾക്ക് ശരിക്കറിയാം എന്നുള്ളതാണ്. ഇപ്പൊ പ്രത്യേകിച്ച് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാമല്ലോ, ഇടതുപക്ഷത്തിന് ഏറ്റിട്ടുള്ള ഒരു പരാജയം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ കഴിഞ്ഞാൽ മതി. കോഴിക്കോട് ആയിക്കൊള്ളട്ടെ, മലപ്പുറത്ത് ആയിക്കൊള്ളട്ടെ, വയനാട് ആയിക്കൊള്ളട്ടെ, പല പ്രദേശങ്ങളിലും ന്യൂനപക്ഷങ്ങൾ തിങ്ങി പറക്കുന്ന മേഖലകളിൽ ഇടതുപക്ഷത്തിന് ശക്തമായിട്ടുള്ള തിരിച്ചടിയാണ് നേരിട്ടത്. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് അവർ പറയുന്നത് എന്താണ്? വെള്ളാപ്പള്ളി മുഖ്യമന്ത്രി ഒപ്പം കൊണ്ടു നടന്നു എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. അപ്പം അത്തരം തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്ന വ്യക്തിയെ, തങ്ങൾക്ക് ഇഷ്ടമല്ലാത്തത് പറയുന്ന ഒരു വ്യക്തിയെ മുഖ്യമന്ത്രി കൊണ്ടു നടന്നു എന്നതുള്ളതിന്റെ പേരിൽ ഇടതുപക്ഷത്തെ പാഠം പഠിപ്പിക്കാനായി അതിന്റെ ഒരു ഗുണഫലം കോൺഗ്രസിന് ലഭിച്ചു. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ കണ്ടാണല്ലോ, ഒരു സംഘടിതമായിട്ടുള്ള ഒരു പാറ്റേണിലുള്ള ഒരു രീതിയിലുള്ള ഒരു വോട്ടിംഗ് ആണ് അവർ നടപ്പാക്കി വരുന്നത്. അപ്പൊ അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു കരുത്തൊന്നും മറ്റു ആർക്കും ഇന്ന് കേരളത്തിൽ ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പാർട്ടികളും ഈ പറയുന്ന നേതാക്കന്മാരും അതിന് തയ്യാറാവുമോ? ഒരിക്കലും തയ്യാറാവില്ലല്ലോ. ഇത് തന്നെയാണ്. പിന്നെ ക്രിസ്മസ് ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം, മുമ്പ് 2-3 വർഷം മുമ്പ് കരോൾ സംഘത്തെ ആക്രമിച്ചിട്ടുള്ളത് ആരായിരുന്നു? ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകൻ തന്നെയായിരുന്നു കോട്ടയത്ത് കരോൾ സംഘങ്ങളെ ആക്രമിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ അവരുടെ പല പണ്ഡിതരുടെ ഭാഗത്തു നിന്നുകൊണ്ടും ക്രിസ്മസ് ആഘോഷിക്കുകയോ ചെയ്യരുത്, നിങ്ങൾ അതിൽ പങ്കെടുക്കുകയോ ചെയ്യരുത്, നിങ്ങൾ വീട്ടിൽ സ്റ്റാർ പോലും തൂക്കരുത് എന്നുള്ളതാണ് അവരുടെ പല പണ്ഡിതരുടെയും ആഹ്വാനം. അപ്പൊ ഇതെല്ലാം തങ്ങൾക്ക് മേലുണ്ടായിട്ട് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്നത് എത്രമാത്രം ശരിയാണ് എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയും. ഇന്ന് തന്നെ കഴിഞ്ഞ ദിവസം തന്നെ പാലക്കാട് ഉണ്ടായിട്ടുള്ള ആക്രമണം, അതോടൊപ്പം തന്നെ കോട്ടയത്ത് ഉണ്ടായിട്ടുള്ള ഒരു അക്രമം, ഇതിനെല്ലാം നമ്മൾ നിസ്സാരവൽക്കരിക്കുന്നു, ഇതിനെല്ലാം നമ്മൾ ഒറ്റപ്പെട്ട സംഭവം എന്ന് പറയുന്നു. എന്നിട്ട് ഇതെല്ലാം നോക്കിയിട്ട് ഉത്തരേന്ത്യ നോക്കിയിട്ട് ഇതേ അക്രമം കണ്ടോ, ന്യൂനപക്ഷങ്ങൾ ഭീതിയിലാണ്, ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ആക്രമം എന്ന് പറയുന്നതിനെ ഒരു പൊരുത്തക്കേടാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്. തീർച്ചയായും ന്യൂനപക്ഷങ്ങൾ ഇത്രത്തോളം സ്വതന്ത്രമായി എല്ലാ മൗലിക അവകാശങ്ങളും ലഭിച്ചുകൊണ്ട് ജീവിക്കുന്ന, സമാധാനത്തോടെ ജീവിക്കുന്ന ഭാരതമല്ലാതെ മറ്റൊരു രാജ്യമുണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ല. ഏത് രാജ്യം എടുത്തു നോക്കിയാലും അവിടെ എല്ലാം ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന കടുത്ത വെല്ലുവിളികളാണ്, പീഡനങ്ങളാണ്, ക്രൂരതകളാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ ബംഗ്ലാദേശ്, തൊട്ട അയൽപക്കമായ ബംഗ്ലാദേശ് ആണെങ്കിലും പാകിസ്ഥാൻ ആണെങ്കിലും അഫ്ഗാനിസ്ഥാൻ ആണെങ്കിലും നൈജീരിയ ആണെങ്കിലും സൊമാലിയ ആണെങ്കിലും ഇന്ന് യൂറോപ്പിലെ ദാരുണമായിട്ടുള്ള അവസ്ഥയാണെങ്കിലും അതിൽ നിന്നുള്ളത് എല്ലാത്തിനേക്കാളും ഭേദം ഇന്ത്യ തന്നെയാണ്. ഇത് ഞാൻ തുറന്നു പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പായിട്ടുള്ള തോമസ് റെയിലുണ്ടല്ലോ, അദ്ദേഹം തന്നെ തുറന്നു പറയുന്നുണ്ട്. മറ്റു പല രാജ്യത്തുള്ള യമനിലുള്ള, ടർക്കിയിലുള്ള ബിഷപ്പുമാരെയൊക്കെ നേരിൽ കാണാൻ ഇടയായി. അപ്പോൾ അവിടെ നടക്കുന്ന സംഭവവികാസങ്ങൾ ഇദ്ദേഹത്തോട് വിവരിച്ചപ്പോൾ ഇദ്ദേഹം പറയുന്നു, അത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്ക് യാതൊരു പീഡനവും അനുഭവിക്കുന്നില്ല. അതിന്റെ ഒരു ഇന്റൻസിറ്റി എന്ന് പറയുന്നത്, ഇന്ത്യയിലെ പീഡനങ്ങളുടെ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് വളരെ കുറവാണ് എന്നുള്ളതാണ് അദ്ദേഹം തന്നെ തുറന്നു പറയുന്നത്, പല ബിഷപ്പുമാരും തുറന്നു പറയുന്നത്. പക്ഷെ അങ്ങനെയൊന്നുമല്ല, ഒരു ബോധപൂർവമായിട്ടുള്ള ഒരു പീഡനം, വംശഹത്യ ഇന്ത്യയിൽ നടപ്പാക്കുന്നുണ്ട് എന്ന് പലർക്കും
വരുത്തി തീർക്കേണ്ടതുണ്ട്. അത് അട്ടിമറിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം BJP ഭരണത്തിൽ വന്നതിൽ പിന്നെ കോൺഗ്രസ് നമ്മുടെ UPA സർക്കാർ ലക്ഷ്യമിട്ട പല കാര്യങ്ങളും ഇവിടെ നടന്നിട്ടില്ല. എല്ലാം തകിടം മറിച്ചു. അത് നമുക്കറിയാം, BJP ഭരണത്തിൽ വന്നതിൽ പിന്നെ പല മിഷണറിമാർക്കും വിലക്കുണ്ട്, പല മിഷണറിമാർക്കും പ്രവർത്തിക്കുന്നതിൽ വിലക്കുണ്ട്. അതോടൊപ്പം തന്നെ മതപരിവർത്തന നിരോധന നിയമം പല മേഖലകളിലും ശക്തമായി അവർ തിരിച്ചു പ്രതികരിക്കാൻ തുടങ്ങി. പല വ്യക്തികളും തിരിച്ചു പ്രതികരിക്കാൻ തുടങ്ങി. ഈ പറയുന്ന പാസ്റ്റർമാരെ സമീപിക്കുന്ന പാസ്റ്റർമാരെ മർദ്ദിക്കുന്ന ഒരു തലത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തി. അപ്പൊ ഒന്നിന് രണ്ടെന്നുള്ള രീതിയിൽ അവർ ഒരു പ്രതിരോധത്തിന്റെ ഒരു ഭാഷ പല സമൂഹങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. അതോടൊപ്പം തന്നെ തീവ്രവാദ ആക്രമണങ്ങൾക്ക് ശക്തമായിട്ടുള്ള മറുപടി ഇപ്പൊ പാകിസ്ഥാന് തന്നെയാണെങ്കിലും ലഭിച്ചു തുടങ്ങി. 370 റദ്ദാക്കി. അപ്പൊ ഇങ്ങനെയുള്ള പ്രക്രിയകൾ നടപ്പാക്കുന്നത് മറ്റു കൂട്ടരെ, അതോടൊപ്പം ഡീപ് സ്റ്റേറ്റിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ പറയുന്ന ഇസ്ലാമിക പക്ഷത്ത് നിന്ന് നിൽക്കുന്നവരായിക്കൊള്ളട്ടെ, ഈ പറയുന്ന ഇവാഞ്ചലിസ്റ്റുകളെ ആയിക്കൊള്ളട്ടെ, പെന്തക്കോസ്റ്റ് ഗ്രൂപ്പുകളെ ആയിക്കൊള്ളട്ടെ, അവരെല്ലാം ഭയപ്പെടുത്തുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ ഇവരെല്ലാം ഇവരുടെ ഈ പ്രക്രിയകളൊന്നും കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലഘട്ടത്തിലെ പോലെ ഇന്ന് ഇന്ത്യയിൽ നടക്കുന്നില്ല എന്ന് ഇവർക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ ഇവർക്ക് ഈ ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് അവർ നടപ്പാക്കുന്ന ചില ഗൂഢതന്ത്രങ്ങളുടെ ഭാഗമായിട്ടുള്ള പദ്ധതികളാണ് ഈ അക്രമമെന്നും അതോടൊപ്പം തന്നെ സംഘപരിവാറിനെ ഒരു ഭീതി സൃഷ്ടിച്ച് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഒരു ഭീതി സൃഷ്ടിക്കണമെന്ന് അവർ കരുതിക്കൂട്ട് നടപ്പാക്കുന്ന ഒരു അജണ്ടയുടെ ഭാഗമാണ് ഇതെന്നുള്ളത് വ്യക്തമാണല്ലോ. നമുക്കറിയാം, ഗോവ ഭരിക്കുന്നതും അരുണാചൽ പ്രദേശ് ഭരിക്കുന്നതും BJP തന്നെയാണ്. അവിടെ ക്രിസ്ത്യൻ ഭൂരിപക്ഷ സംസ്ഥാനമാണ് എന്നുള്ളതും നമ്മൾ മറന്നുപോകുന്നു, പലരും മറന്നുപോകുന്നു.